ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോണത്. വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലം ബോട്ടിലാട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഒരു ലോക്കൽ ടൈപ്പ് ജൂട്ട് ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഒരു വണ്ണമുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ അഴിച്ചെടുത്തിട്ട് അങ്ങനെയാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പിരിച്ചിട്ട് റോൾ ചെയ്യുക കേട്ടോ. ഒരു കയറ് പോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല ടൈപ്പ് ജൂട്ട് ത്രെഡാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പിരിഞ്ഞിട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ചുകൂടിയൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ജൂട്ട് ത്രെഡ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലിങ്ങനെ എല്ലാ ഭാഗത്തൊന്നും ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. പിന്നെ ഇതുപോലെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ചെരിവൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടാവില്ല, ഒരു നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നത്, ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ജൂട്ട് ത്രെഡ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ജൂട്ട് ത്രെഡിൻ്റെ മേലെ ഇങ്ങനെ എക്സ്ട്രാ ഒരു കുറച്ച് നാരുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ബേൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മാംഗോ സീഡാണ്, മാങ്ങൻ്റെ അണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ മാങ്ങ കഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി, ആ ഒരു കല്ലിലൊക്കെ എവിടെയെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ അത് ഉറുമ്പൊക്കെ തിന്നിട്ട് നല്ല നീറ്റായിട്ട് വരും, അതിൻ്റെ പുറത്തുള്ളതൊക്കെ ഇങ്ങനെ പോയിട്ട്. പിന്നെ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 3-4 ദിവസം ഒന്നിങ്ങനെ വെയിലത്തൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ചെറിയ ടൈപ്പ് നോക്കി എടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കുറച്ചൊരു ഭംഗി ഉണ്ടാവാം. ഇതിലിപ്പോൾ ഒരു 3 ചെറുതും പിന്നെ ഒരു 3 വലുതുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീംസൺ റെഡാണ് കേട്ടോ എടുക്കുന്നത്, ആക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ മേലെയും താഴെയൊക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നിങ്ങനെ പെയിൻറ്റിൽ വെള്ളം ചേർത്തിട്ട് 1-2 ഡ്രോപ്പ് വെള്ളം ചേർത്തിട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇങ്ങനെ പിടിച്ചോളും. കാരണം ഒരു നാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു പെയിൻറ്റ് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രോപ്പൊക്കെ വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു 6 പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 കൂടെ ബാക്കിയുണ്ട് കേട്ടോ, കുറച്ചൊരു വലുതാണ്. അപ്പോൾ നമുക്കത് പിന്നെ വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാങ്ങാണ്ടിയൊക്കെ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു മാംഗോ സീഡിൻ്റെ മേലെ ഇങ്ങനെ കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പോയിൻറ്റഡ് ബ്രഷോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ബഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അടുത്തല്ല, കുറച്ച് വിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലിപ്പം യെല്ലോ കളറ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ ഡോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ മാംഗോ സീഡിലും ഇങ്ങനെ ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ യെല്ലോ കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡോട്ട് നമ്മൾ ഒരുപാട് വലുതാവരുത്, കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുക, അപ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാബ് ഗ്രീൻ ആണ്. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് നമ്മളിതുപോലെ ആ ഒരു മാംഗോ സീഡിൻ്റെ ഒരു കോർണറായിട്ടുള്ളൊരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് നമ്മളിത് ഇതുപോലെ അങ്ങനെ ഒരു 3 പെറ്റൽ പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പൂവിൻ്റെ താഴെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ താഴെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു എന്താ പറയുക, കവർ ചെയ്തിട്ടൊരു ക്യാപ്പ് പോലെ. അപ്പോൾ അതുപോലുള്ളത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരു 3-4 അങ്ങനെ ഒന്ന് ഒരുപാട് കട്ടിയിലല്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ മാങ്ങാണ്ടിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു മാങ്ങാണ്ടി കാണാൻ കറക്റ്റ് ഒരു സ്ട്രോബെറിയുടെ ഒരു ലുക്ക് വന്നിട്ടില്ലേ, ഞാൻ ആ ഒരു രീതിയിലാട്ടോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രോബെറിക്ക് വേണ്ട കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ച് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കളർ ഗ്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത് ഈ ഒരു കളറാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പോഞ്ച് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, പഴയ ഫയലിൻ്റെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പഴയ ബോട്ടിൽസൊക്കെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. സ്ട്രോബെറിയുടെ ലീഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ടിങ് ഒക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, സ്ട്രോബെറി പ്ലാന്റ് ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളൊന്നിങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ലീഫൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സ്ട്രോബെറിക്ക് ഒരു 2 ലീഫ് എന്നുള്ള രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിനേക്ക് കുറച്ച് ഫ്ലവറും കൂടെ വേണം. സ്ട്രോബെറിയുടെ ഫ്ലവർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 പെറ്റലായിട്ടുള്ള ഒരു ചെറിയൊരു ടൈപ്പ് ഫ്ലവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 ഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ മാങ്ങാണ്ടി വെച്ചിട്ടുള്ള ഒരു സ്ട്രോബെറി പിന്നെ അതിൻ്റെ ഒരു ലീഫ് ഫ്ലവേഴ്സും ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്റ്റെമ്മും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ ഗോൾഡൻ കമ്പിയിൽ ഇങ്ങനെ ഫ്ലവർ ടൈപ്പ് ചുറ്റിയിട്ട് 1-2 സ്റ്റെമ്മ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജൂട്ട് തടിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലവർ ടൈപ്പ് ചുറ്റിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാർജറിൻ്റെ ഒക്കെ വയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റെം ഇങ്ങനെ ഒരു 2 ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സ്റ്റെമ്മ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ആ ഒരു സ്ട്രോബെറിയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ട്രോബെറിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഒരുപാട് വലുതല്ല, എന്നാലും നമ്മളിങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ചും കൂടി ചെറിയൊരു ടൈപ്പ് മാങ്ങണ്ടിയില്ലേ, ഈ നാട്ടുമാങ്ങയുടെ മാങ്ങണ്ടിയൊക്കെ ആകുമ്പോഴാണ് ചെറുത് കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് 2-3 ആ ഒരു ടൈപ്പാണ്, 3 ചെറുത്, പിന്നെ ബാക്കി സാധാ മാങ്ങയുടേതാണ്, അതാണ് കുറച്ചൊരു വലിയ ടൈപ്പ്. അപ്പോൾ അങ്ങനെ ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല, ഒരു സ്ട്രോബെറിയുടെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റെം ഇങ്ങനെ വളച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ആ ഒരു സ്ട്രോബെറി ഒട്ടിച്ചപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ആ ഒരു ജൂട്ട് തടിലേക്ക്. ഇനിയിപ്പോൾ നമുക്കിതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സ്ട്രോബെറിയുടെ ഓരോ സ്ട്രോബെറിക്ക് 2 ലീഫ് എന്നുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തോന്നുക കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ആദ്യം 2 ലീഫ് ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ കുറച്ചൊരു ആ ലീഫിൻ്റെ ഒരു മേലെയായിട്ട് നമ്മളിങ്ങനെ സ്ട്രോബെറി ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം എല്ലാ ഭാഗത്തും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ വൈറ്റ് കളർ, അപ്പോൾ അതും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 ലീഫ് ഒട്ടിച്ചതിൻ്റെ ഒരു നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മൾ ആ ഒരു ഇത് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു യെല്ലോ കളറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾ ഉണ്ടല്ലോ, അതൊരു യെല്ലോ കളറ് ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും, ഇനി അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ബീഡ്സ് ഒക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളുടെ മാങ്ങാണ്ടി വെച്ചിട്ടുള്ള അടിപൊളി ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ കളയുന്ന മാങ്ങാണ്ടി വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക സ്ട്രോബെറിയുടെ ഒരു തീമിൽ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലീഫ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ഗ്രീനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ജൂട്ട് തടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലേക്ക് വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചിട്ട് പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെ ഒരു തീം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നിങ്ങൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അതാണെങ്കിൽ അങ്ങനെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ജൂട്ട് തടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് നേരത്തെ സ്ട്രോബെറിയുടെ ചെയ്തതുകൊണ്ടാണ് ഇതിൽ ഞാൻ ജൂട്ട് തട് വെച്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് ജൂട്ട് തടി വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്സ് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ, നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ നേരത്തെ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, നല്ലൊരു ഭംഗിയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിലാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല, പിക്ചേഴ്സൊക്കെ അയച്ചെൻ്റെത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.